ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും തന്ത്രി ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഗൂഢാലോചനയിലടക്കം പങ്കുള്ളതായും SITയുടെ കണ്ടെത്തൽ. എന്നാൽ സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നും ആചാരങ്ങൾ പാലിച്ച് മാത്രമാണ് താൻ പ്രവർത്തിച്ചതെന്നുമാണ് തന്ത്രിയുടെ വാദം. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഇന്നാണ് ഈ തന്ത്രി രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവിക ജാമ്യം തേടി മറ്റു പ്രതികളെല്ലാം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്നതാണ് ഏറെ അറിയേണ്ടത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ സ്വാഭാവിക ജാമ്യം തേടി പ്രതികളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സമയത്ത് ഈ തന്ത്രി കണ്ഠരരുടെ ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും ഏറെ നിർണായകമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദ്വാരപാലക പാളിയിലെയും അതുപോലെ തന്നെ കട്ടിളപ്പാളിയിലെയും സ്വർണം കവർന്ന കേസുകളിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് കേസുകളിലെയും ജാമ്യാപേക്ഷ ഒരുമിച്ച് പരിഗണിക്കണം എന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ പറയുന്നത്. പ്രധാനമായും തന്ത്രിക്ക് ഈ ഒരു കൊള്ളയിൽ നേരിട്ട് പങ്കില്ല എന്നും താൻ ആചാരപരമായ കാര്യങ്ങൾ, വിധിപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നതുമാണ് തന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒന്നാം പ്രതിയും അതുപോലെ തന്നെ മുഖ്യപ്രതിയും, രണ്ട് കേസുകളിലും മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ശബരിമലയിലെ സന്നിധാനത്തെ ശ്രീകോവിലിലെ ഈ പാളികൾ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സൗകര്യമൊരുക്കിയതിൽ തന്ത്രിക്ക് നേരിട്ട പങ്കുണ്ട്, അതിന് നടത്തിയ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്നുമാണ് SITയുടെ വാദം. ഈ വാദത്തിന്മേലാണ് തന്ത്രിയെ രണ്ട് കേസുകളിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ തനിക്ക് അത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് പരിചയം എന്ന് പറയുന്നത് ശബരിമലയിലെ പൂജാതി കർമ്മങ്ങൾക്കിടയിൽ വെച്ച് മാത്രമാണ്. അതിലപ്പുറം തനിക്ക് ഇയാളുമായി യാതൊരു പരിചയവുമില്ല. മാത്രമല്ല, ഈ പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള അനുമതി നൽകുന്നത് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ അനുമതി നൽകുന്നത് എന്നതുമാണ് തന്ത്രി കോടതിയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ഇവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തന്ത്രി രണ്ട് കേസുകളിലും, അതായത് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിലും ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു തന്ത്രി റിമാൻഡിൽ കഴിയുന്നുണ്ടായിരുന്നത്. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ദിവസം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തന്ത്രിയെ വീണ്ടും പരിശോധനയ്ക്കും ആൻജിയോഗ്രാമിനും എല്ലാം വിധേയമാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വാദമായി ഉന്നയിക്കാൻ പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. തന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ചികിത്സ ലഭ്യമാക്കുന്നതിനും മറ്റുമായി ജാമ്യം നൽകണം എന്നുമുള്ളതാണ് പ്രതിഭാഗം ഉന്നയിക്കാൻ പോകുന്ന മറ്റൊരു വാദം. നേരത്തെ തന്നെ ഇത്തരത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായവും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആവശ്യകതകളും പരിഗണിക്കണമെന്നൊരു വാദം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്നതുകൂടി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ട് എന്ന് വരികയാണെങ്കിൽ പ്രതിഭാഗത്തിന് അതുകൂടി ഈ ജാമ്യം നേടുന്നതിൻ്റെ ഭാഗമായി വാദിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലുള്ള തന്ത്രിയെ അവിടെ തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നതിലുപരിയായി വിദഗ്ധ ചികിത്സകൾക്ക്, പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ അസുഖം എന്ന് പറയുന്നത് കാര്യഗൗരവമുള്ള ഒരു അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആൻജിയോഗ്രാം അടക്കം എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ശസ്ത്രക്രിയയെല്ലാം വേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ജാമ്യം ലഭിക്കാൻ സഹായകരമാകും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന ഈ വാദത്തിൽ എന്താണ് നിലവിൽ തന്ത്രിയുടെ ആരോഗ്യസ്ഥിതി എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി ലഭിക്കും. കഴിഞ്ഞ ദിവസമാണ് പരിശോധന നടന്നത്. ആൻജിയോഗ്രാം അടക്കമുള്ള
പരിശോധനകൾ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൂടി ഇന്ന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ ഒരു കേസിൽ അഴിമതിയും അധികാര ദുർവിനിയോഗവും എന്നുള്ള രണ്ട് രീതിയിലുള്ള കേസുകൾ അല്ലെങ്കിൽ എന്നുള്ള രണ്ട് കുറ്റങ്ങളാണ് തന്ത്രിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിലെ സ്വർണം പൊതിഞ്ഞ വിഗ്രഹങ്ങളും വസ്തുക്കളും തരം താഴ്ത്തി, അതായത് സ്വർണം എന്നത് ചെമ്പ് എന്ന് മാറ്റുന്നതിനും കൊള്ള നടത്തുന്നതിനും കൂട്ടുനിന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് തന്ത്രിക്ക് നേരെ കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ള നടത്താൻ തന്ത്രി അവസരം ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ്. അതായത് ദേവസ്വം മാനുവൽ അടക്കമുള്ള അല്ലെങ്കിൽ ദേവസ്വം മാനുവലിൽ അടക്കം പറഞ്ഞിട്ടുള്ള ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നറിഞ്ഞിട്ടും അത് അധികൃതരെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും അക്കാര്യം മറച്ചു പിടിച്ചു എന്നും SITയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനുവേണ്ടി ഈ ഒരു കാര്യത്തിൽ തന്ത്രി അനുമതി നൽകിയ കാര്യം ഒത്തുനോക്കുന്നതിനായി തന്ത്രിയുടെ കൈയക്ഷരം പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും SIT നീക്കം നടത്തിയിരുന്നു. എന്തായാലും ഇവയെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് തന്ത്രിയുടെ 2 കേസുകളിലുമുള്ള ജാമ്യാപേക്ഷ എത്തുന്നത്. ഈ 2 കേസുകളിലെയും ജാമ്യാപേക്ഷ ഇന്ന് തന്നെ ഒരുമിച്ച് തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. തന്ത്രിയെ ആദ്യം ദ്വാരപാലക ശില്പ കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റിയിരുന്നു. ജയിലിൽ വെച്ചാണ് രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ റിമാൻഡിലായിട്ട് ഇപ്പോൾ 1 മാസം തികയുന്നതേ ഉള്ളൂ. മറ്റ് നിരവധി പ്രതികൾ ഇപ്പോൾ സ്വാഭാവിക ജാമ്യത്തിനായി ഉള്ള ഒരു നീക്കത്തിലാണ്. 3 പ്രതികൾ ഇപ്പോൾ നിലവിൽ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങി കഴിഞ്ഞു. പ്രത്യേകിച്ചും SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിനാൽ തന്നെ അത് ഒരു സ്വാഭാവിക SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന് പുറമെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷിക്കാനുള്ള അവകാശമുണ്ട്. 90 ദിവസം എന്ന് പറയുന്നത്, അതായത് അറസ്റ്റിലായി 90 ദിവസം 3 മാസം എന്നുള്ള സമയപരിധി കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷിക്കാം എന്നുള്ളൊരു അവകാശം പ്രതികൾക്ക് ഉണ്ട് എന്നുള്ളത് ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ 3 പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടിയിട്ടുള്ളത്. അതിന് പുറമെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഈ സ്വാഭാവിക ജാമ്യത്തിനായുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യത്തെ കേസിൽ അദ്ദേഹത്തിന് 90 ദിവസം കഴിഞ്ഞതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ അയാൾ ജയിലിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഫെബ്രുവരി 7 വരെയുള്ള ഒരു കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാകും. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അധികം വൈകാതെ തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങും. അതിനൊപ്പമാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ശരി, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി കണ്ഠരര് രാജീവർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഗൂഢാലോചനയിൽ അടക്കം പങ്കുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. എന്നാൽ സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നും ആചാരങ്ങൾ പാലിച്ച് മാത്രമാണ് പ്രവർത്തിച്ചതെന്നുമാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ വാദം. കേസിൽ ഇതുവരെ 3 പ്രതികളാണ് ജാമ്യം തേടി പുറത്തിറങ്ങിയിട്ടുള്ളത്. 90 ദിവസം റിമാൻഡ് പൂർത്തിയായതിന് പിന്നാലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് 43-ാം ദിവസമാണ് കോടതി ജാമ്യം നൽകിയത്. ദ്വാരപാലക ശില്പ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിലും ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇന്ന് എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയാണ് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.